ഇരിയടാ ഇരിയടാ. എന്തോന്ന് പ്രമാണം? അല്ല, ഞങ്ങൾ വെറും കാഴ്ചക്കാരാണോ അതോ? ഏത് സാഹചര്യത്തിലും ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ സഹായിക്കാം. അത് നീലു എന്നെ അനുഷ്ഠിച്ചേ. അങ്ങനെ തസ്തിക മാറ്റേണ്ടതില്ല. ഞാൻ നിങ്ങളുടെ വാമഭാഗമാണ്. ഗൗരി, എന്തോ? നീ ഇവിടേക്ക് നിൽക്കുക. അയ്യോ മറന്നു. ശിവ, ആഹാരം എടുത്തുണ്ടോ? നേരത്തെ പറഞ്ഞില്ലേ, സംവാദം കഴിയുന്നവരെ ജലപാനം പോലും ഇല്ല. ആരും ഇപ്പൊ വേണ്ട. ആഹാരമല്ല, ഹാരം, മാല എടുത്തോണ്ട് വരിക. മാല എന്തായിരുന്നു? എന്തിനാണ് മാല? മാല എന്തിനാന്ന് വെച്ചാലേ, പണ്ടൊക്കെ രാജസദസ്സുകളിൽ മത്സരം നടക്കുമ്പോഴേ ഈ മത്സരാർത്ഥികളുടെ കഴുത്തില് ഹാരം അണിയും. അതെന്തിനാന്ന് വെച്ചാൽ തോൽക്കുന്ന ആളുടെ ഹാരം മാടും എന്നാണ് പറയണത്. എനിക്കറിയാം, ഹാരം പാടും. ഹാരം ഇത് ഞാൻ എടുക്കും. ഇത് കരിയാനുള്ള ഹാരം നീ എടുത്തോ. ശ്രീകൃഷ്ണ പരമാത്മാവേ, മഹാഗുരുവേ നമസ്കാരം. ആദിദേവ മഹാദേവ ശങ്കര ഗുരുവേ നമസ്കാരം. ഒരാൾ വൈഷ്ണവനും മറ്റേയാൾ ശൈവനുമാണല്ലേ ചേച്ചി? അല്ല, രണ്ടും ഒന്ന് തന്നെയാ. ആവശ്യത്തിലധികം എന്തും ഏത് വിലപ്പെട്ട വസ്തുവും സൂക്ഷിച്ചു വച്ചാൽ മഹത്തുക്കൾ അതിന് എന്ത് വിളിക്കും? ആവശ്യത്തിലധികം എന്ത് ഏതു വിലപ്പെട്ട വസ്തുവും ഉപയോഗശൂന്യമായ വസ്തു എന്ന് വിളിക്കും. ഏതാണ്ട് അടുത്ത് വന്നു ഉത്തരം. പക്ഷേ ശരിയായ ഉത്തരം മഹത്തുക്കൾ അതിനെ വിഷമെന്ന് വിളിക്കും. പിന്നെ വിഷം അധികമായിട്ട് സൂക്ഷിച്ചു വെച്ചാ വിഷത്തെ മഹത്വക്കൾ അമൃതെന്ന് വിളിക്കൂ. ശിവ, എന്ത് ഇടയ്ക്ക് കയറി സംസാരിക്കും. വിഡ്ഢിത്തം പറയരുത്. ബുദ്ധിക്കുസ്മങ്ങൾ. താങ്കൾ ഒരു കൃഷ്ണഭക്തനല്ലേ? പറയൂ, എന്താണ് ശ്രീവത്സം? ഭഗവാന്റെ മാരണത്തിൽ കാണുന്ന മറുകാണ് ശ്രീവത്സം. അല്ലെങ്കിലും അതിനൊരു കഥയുണ്ട്. ഒരിക്കല് ഭൃഗു മഹർഷി ത്രിമൂർത്തികളെ കാണാനായി എത്തി. അപ്പോൾ അദ്ദേഹം മഹാദേവനെയും ബ്രഹ്മദേവനെയും കണ്ടതിന് ശേഷം വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണുവിനെ കാണാൻ. അദ്ദേഹം യോഗനിദ്രയിലായതുകൊണ്ട് ഭൃഗു മഹർഷി വന്നത് അറിഞ്ഞില്ല. അപ്പോൾ ഇതിൽ കുപിതനായി ഭൃഗു മഹർഷി. എന്താന്ന് വെച്ചാൽ, ജനത്തെ പരിപാലിക്കേണ്ട മഹാവിഷ്ണു ഉറങ്ങുന്നത് കണ്ടപ്പോൾ ദേഷ്യം വന്നു. ഉടനെ തന്നെ വിഷ്ണു ഭഗവാനെ നെഞ്ചത്ത് ആഞ്ഞി ചവിട്ടി. അങ്ങനെ ഉണ്ടായ പാടാണ് ഈ ശ്രീവത്സം എന്ന പേരിൽ അറിയാം. ശ്രീവത്സം, ആ പാടിനെയാണ് ശ്രീവത്സം എന്ന് പറയുന്നത്. അതാണല്ലേ ചേച്ചി ശ്രീവത്സം? എന്താണ് ചൊറിയായിട്ട് മാറിയ ചൊറി? എന്താണ്? എന്തു പറ്റി? ചൊറിയണോ? അതെന്താ? മാറ്റാൻ പാടുള്ളൂ. ഇതിപ്പോ ആരുടെ മാലയാണ് വാടുന്നതെന്ന് അറിയണ്ടേ നമുക്ക്? അതങ്ങട്ട് ഇടുക. ഇട്. അയ്യോ 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 അയ്യോ. മഹത്തുക്കൾക്ക് ചൊറിയണം ഏൽക്കുമെന്ന് നോക്കിയതാ. ചൊറിയണോ? നീ ചതിച്ചല്ലടി. അമ്മയുടെ ശ്രീകുട്ട, ചതിച്ചതല്ല, ഞാൻ പരീക്ഷിച്ചതാ. നീ തന്നെ കെട്ടടി. എനിക്ക് ദിവ്യശക്തി ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെറിയ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് കെട്ടി. എന്തിന്? ഒന്നിനും അല്ല കെട്ടിയത്. ആരൊക്കെ ഉണ്ട്? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.